Good evening, friends. In the market, first market analyze. So let me go back to the things which I discussed this morning. So what I discussed was that 25,000 was the highest. It won't go. Nifty won't go beyond 25,000. You can just see the video which I put in the morning. So 25,000 അടുക്കിയാണ് നിഫ്റ്റി 20 എക്സാക്ട്ലി പറഞ്ഞാൽ 24,964 വരെ പോയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ലാസ്റ്റ് മിനിറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ലാസ്റ്റ്ലി വന്നത് 24,840. ഞാൻ പറഞ്ഞ 24,700 ആയിരുന്നു ലോവസ്റ്റ് വരുന്നത്. സോ ഇതായിരുന്നു നിഫ്റ്റി ഇന്നത്തെ മാർക്കറ്റ്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്ത് 24,857. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 81,455. സോ S&P ലാർജ് ക്യാപ് ക്ലോസ് ചെയ്ത് 9,746. സോ ഇതാണ് ഇന്നത്തെ ഇൻഡെക്സ്. സോ ഇന്നത്തെ വലിയ ട്രെൻഡ് കാണിച്ച സ്റ്റോക്സ്, ഹയസ്റ്റ് വോളിയം കാണിച്ച സ്റ്റോക്സിനെ കുറിച്ച് പറയുമെങ്കിൽ HDFC ബാങ്ക് ഹയസ്റ്റ് വോളിയം, ടാറ്റ മോട്ടോഴ്സ് ഹയസ്റ്റ് വോളിയം. ഈ രണ്ട് സ്റ്റോക്കും ഇന്ന് ഗെയിൻ ചെയ്യുന്നു. HDFC ബാങ്ക് നന്നായി ഗെയിൻ ചെയ്യുന്നു. അത് തന്നെയാണ് ഇന്ന് കുറച്ച് നിഫ്റ്റിനെ ലിഫ്റ്റ് ചെയ്തത്. പിന്നെ സപ്പോർട്ടഡ് ബൈ റിലയൻസും അഡാനി ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സോ ടാറ്റ മോട്ടോഴ്സ് ഈസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ. ICICI ബാങ്ക് 1,209 പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. അത് ഇന്നലെ അതിൻ്റെ കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരിക്കും ഓൾമോസ്റ്റ്. പിന്നെ വന്ന ആക്സിസ് ബാങ്ക് ആണ്. ഈ ആക്സിസ് ബാങ്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള, ആക്സിസ് ബാങ്ക് എന്ന് വെച്ചാൽ 1,167 പ്രൈസ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഞാൻ എൻ്റെ കാൽക്കുലേഷൻ ഒരു 1,100 ലെവലിൽ ആക്സിസ് ബാങ്ക് ഒരു ബൈയിങ് ആയിട്ട് ഉള്ള ഡിസിഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്നതാണ് ആക്സിസ് ബാങ്കിനെ കുറിച്ച് പറയാൻ വെച്ചാൽ. സോ അതാണ് ഞാൻ കണ്ടത്. പിന്നെ ഉള്ളത് വരുൺ ബീവറേജസ് ഇന്ന് വളരെ ഡൗൺ ആയിരുന്നു. 1,577 പോയിരുന്നു. പിന്നെ മാസഗോൺ ഷിപ്പ് ബിൽഡിംഗ്, ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധ്യതകൾ, ഈ മാസഗോൺ ഷിപ്പ് ബിൽഡിങ്, ഗാർഡൻ ഷിപ്പ്, എല്ലാ ഷിപ്പ് ബിൽഡിംഗ് ഇനി നന്നായി ചെയ്യാൻ പോകുന്നത്. ഇനി വരാമെന്ന കൊല്ലങ്ങളിലും അത് നന്നായി സ്റ്റോക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. സോ അതൊക്കെ കറക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ചിന്തിക്കാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. സോ ഇതായിരുന്നു ഞാൻ ഹയസ്റ്റ് വോളിയം സ്റ്റോക്സും ഉണ്ട്. പക്ഷേ ACC ഇന്ന് കുറച്ച് ഡൗൺ ആകുന്നുണ്ട്. ACC കുറച്ച്, പക്ഷേ അഡാനി പോർട്ടും ACC ഇന്ന് കുറച്ച് ഡൗൺ. പക്ഷേ ഇൻഫോസിസ് ക്ലോസ് ചെയ്ത് 1,877 ഹൈയിൽ തന്നെ ക്ലോസ് ചെയ്ത്, ഇൻഫോസിസും ആയി തന്നെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ടോപ്പ് കണ്ടത് NTPC പവർ ഗ്രിഡ്. NTPC നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2 ദിവസം മുമ്പ് NTPCയുടെ വാല്യൂഷൻ ഞാൻ കംഫർട്ടബിൾ ആണെന്ന് വളരെ ക്ലിയർ ആയി പറഞ്ഞു. NTPC വിൽ ഡു വെൽ. സോ NTPC ഇന്ന് ചെയ്ത് 3% ഗെയിൻ, ഓൾമോസ്റ്റ് 3.31% BSEയിൽ ഗെയിൻ ചെയ്യുന്നുണ്ട്. 406 രൂപയിലേക്ക് NTPC പോയി കഴിഞ്ഞു. സോ NTPC എൻ്റെ പത്തിൽ വാല്യൂഷൻ വൈസ് ഞാൻ കംഫർട്ടബിൾ കണ്ടത്. ഐ ടോൾഡ് യു ലാസ്റ്റ് ഈ പവർ ഗ്രിഡിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു NTPCനെ കുറിച്ചിട്ട്. സോ ദാറ്റ് വാസ് ദ സ്റ്റോക്ക്. പിന്നെ ഈ ക്യാഷ് മാർക്കറ്റിൽ പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളൊന്നും ക്യാഷ് മാർക്കറ്റിൽ ഞാൻ അധികം കാണുന്നില്ല. പിന്നെ ഏർണിങ്സ് നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് എന്ന കമ്പനീൻ്റെ റിസൾട്ട് വരാൻ പോകുന്നുണ്ട്. പിന്നെ വലിയൊരു കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് തന്നെയാണ്. അത് നല്ല കമ്പനിയാണ് കേട്ടോ ഭാരത് ഇലക്ട്രോണിക്സ്. അത് ഈ ഡിഫൻസിനൊക്കെ ഈ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്, അതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ കമ്പനി തന്നെയാണ്. അത് നിങ്ങൾക്ക് കഴിഞ്ഞ പോലെ അത് ചെയ്ത് 100 രൂപ 150, ഇപ്പോൾ ഓൾമോസ്റ്റ് 320 എബോവ് പോയി കഴിഞ്ഞു. അതുപോലെ ഇന്ത്യ മാർട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട് നാളെ. ഇതൊക്കെ ചെറുത് സ്നോമാൻ ലോജിസ്റ്റിക്സ്, ഇതൊക്കെ ക്യാഷ് സ്റ്റോക്സ് ആണ്. അതിനെക്കുറിച്ച് മാർക്കറ്റിൽ വലിയ ഇതൊന്നും ഉണ്ടാവില്ല, ഇതെല്ലാം ക്യാഷ് സ്റ്റോക്സ് ആണ്. സോ അതാണ് മാർക്കറ്റ് ചെയ്തത്. ഇന്ന് ഗോൾഡ് 68,230 കുറച്ച് ഗോൾഡ് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ഗോൾഡിൻ്റെ പ്രൈസ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റ്. സോ അതുകൊണ്ട് ഈ സ്റ്റോക്സ് ഒക്കെ നാളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട സ്റ്റോക്സുകൾ ആക്സിസ് ബാങ്കാണ്. ആക്സിസ് ബാങ്ക്, പിന്നെ മാരുതിൻ്റെ റിസൾട്ട് നാളെ, സുസുക്കി മാരുതി സുസുക്കിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അത് പ്രോബബ്ലി എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് വെച്ച് ഞാൻ നോട്ട് ചെയ്യുന്ന നമ്പേഴ്സ്, പക്ഷേ എൻ്റെ ഒരു ഗട്ട് ഫീൽ വെച്ച് പറഞ്ഞാൽ മാരുതി നല്ല റിസൾട്ട് ആയിരിക്കാൻ പ്രോബബിലിറ്റി കൂടുതലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാരുതിൻ്റെ ഓൾറെഡി സ്റ്റോക്ക് കുറേ പോയി, സ്റ്റോക്ക് വളരെ കയറി കഴിഞ്ഞു. പിന്നെ അഡാനി എൻ്റർപ്രൈസസ്, ഞാൻ എൻ്റെ സ്റ്റോക്ക് ഓഫ് ദ മന്ത് ഞാൻ ഇത് തുറന്നതിന് മുന്നിൽ പറഞ്ഞിരുന്നു. അഡാനി ഈസ് ഓൾമോസ്റ്റ് 3,155. ഞാൻ എക്സ്പെക്ട് ചെയ്ത് 3,200 വരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, അഡാനിൻ്റെ ബോണ്ട് ഇഷ്യൂ വരുന്നുണ്ട്. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അത് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അത് വരുന്നുണ്ട്. അത് വരുമ്പം കുറച്ചും കൂടി അഡാനി കയറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അഗെയിൻ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ്. നിങ്ങളിപ്പോൾ ഈ സ്റ്റോക്ക് ഏകദേശം ബിലോ 3,000 വന്ന സമയത്ത് ഞാനത് പറഞ്ഞത്. സോ ഓൾമോസ്റ്റ് ഇപ്പോൾ
180 ഇപ്പം നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കൂടെ മേക്ക് ഗുഡ് പ്രോഫിറ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ വേറൊരു സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ റിസൾട്ട് വന്ന് നമ്മളെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇന്നലെ മറ്റേ HPCL റിസൾട്ട് മോശമായിരുന്നു, അതുപോലെ BPCL റിസൾട്ട് മോശമായിരുന്നു. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പ്രോഫിറ്റ് വളരെ കുറവാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ മെയിൻലി തന്നെ ഈ മാർജിൻ പ്രഷറാണ്, അതൊരു സ്റ്റേറ്റ് ഓൺഡ് ഫേമാണിത് ഇന്ത്യൻ ഓയിലൊക്കെ. പക്ഷെ അങ്ങനെ വില ഇങ്ങനെ കുറയാൻ സാധ്യതയില്ല. പക്ഷേ കമ്പനിയുടെ പെർഫോമൻസ് മോശമാണ്, മാർജിൻ വളരെ കുറവാണ്. അതെന്താ വെച്ചാൽ എല്ലാ റിഫൈനിങ് കമ്പനീസിൻ്റെയും മാർജിൻ കുറഞ്ഞിട്ടേ വരുന്നത്. പിന്നെ ആവറേജ് ഗ്രോസ് റിഫൈനിങ് മാർജിൻ എന്ന് പറയും. ഇതിൻ്റെ പ്രധാന ഒരു കാരണം ഈ ക്രൂഡ് ഓയിൽ പ്രൈസ്, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് വളരെയധികം കൂടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസേഴ്സ് നിങ്ങൾക്കറിയാമല്ലോ, സൗദി അറേബ്യയും ഇറാനും വലിയൊരു ഓയിൽ പ്രൊഡ്യൂസർ, പിന്നെ കുവൈത്ത്, ഈ 3 ആൾക്കാർ വലിയൊരു ഓയിൽ പ്രൊഡ്യൂസേഴ്സാണ് ഈ ഗൾഫ് റീജിയനിലുള്ളത്. അപ്പോൾ ഇറാനിയൻ ഓയിൽ പ്രൈസും സൗദി അറേബ്യ ഈ ടെൻഷൻ മിഡിൽ ഈസ്റ്റ് നടക്കുന്ന ഒപെക് കൺട്രീസ് ഓയിൽ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതും അതിൻ്റെ പ്രൊഡക്ഷൻ കുറക്കുന്നതെല്ലാം കൊണ്ട് ഓയിലിൻ്റെ വില റിഫൈനിങ് മാർജിൻ എന്താ പറയുക കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്.